ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് പിന്നാലെ മുനമ്പം സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. ഇന്ന് DCCയുടെ നേതൃത്വത്തിൽ മുനമ്പം ഐക്യദാർഢ്യ സമ്മേളനം നടക്കും. പ്രതിപക്ഷ നേതാവിനെതിരെയും ജനങ്ങളുടെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. അതേസമയം മുനമ്പം സമരസമിതി നടത്തുന്ന നിരാഹാര സമരം 56ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇതൊരു സമര നാടകം എന്ന് വിളിക്കേണ്ടി വരില്ലേ? കാരണം ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നോ പ്രതിപക്ഷ നേതാവിന് മുനമ്പത്തേക്ക് എത്താനായിട്ട്? ദേവിക, തുടക്കം മുതൽ ഒരു സമര നാടകം തന്നെയാണ് UDF-ഉം LDF-ഉം എല്ലാം ഈ വഖഫ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് അധിനിവേശ വിരുദ്ധ സമരത്തിൽ കൈക്കൊണ്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്. മാത്രമല്ല, പാലക്കാട് അടക്കം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും വഖഫ് ജനതയുടെ അല്ലെങ്കിൽ സമരമിരിക്കുന്ന ആളുകളുടെ പരിസരത്തേക്ക് പോലും എത്താതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിച്ച ആളുകളാണ് UDF-ന്റെയും LDF-ന്റെയും എല്ലാം തന്നെ നേതാക്കൾ. കാരണം മറുവശത്ത് വലിയ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. വഖഫിന്റെ നീക്കങ്ങൾക്ക് എതിരാണ് തങ്ങളെന്നോ അല്ലെങ്കിൽ അധിനിവേശ സമരത്തിന് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് വഴിയാധാരമാകാതിരിക്കാനുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ നിൽക്കുന്ന ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമി പിടിച്ചെടുക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ വോട്ട് തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവരുടെ വോട്ടുകൾ ആരെയാണോ തങ്ങൾ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചത് അത്തരത്തിലുള്ള ആളുകളുടെ വോട്ടുകൾ കൃത്യമായി തന്നെ പെട്ടിയിലാക്കാൻ കഴിഞ്ഞു എന്ന ഉറപ്പോടുകൂടി വീണ്ടും അവർ മുനമ്പത്തേക്ക് തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുനമ്പത്ത് എത്തിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് UDF-ന്റെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായി ആയിരുന്ന തീരദേശ ജനത അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നു. അവിടെ വലിയ പ്രതിഷേധങ്ങൾ. ഹൈബി ഈഡൻ MP അടക്കം അവിടെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിനു മുമ്പ് ഒരിക്കൽ പോലും സമരപ്പന്തൽ സന്ദർശിച്ചിരുന്നില്ല. ഏതാനും ദിവസം മുമ്പ് സമരപ്പന്തലിൽ എത്തിയ സമയത്ത് വലിയ പ്രതിഷേധത്തെ VD സതീശന് നേരിടേണ്ടി വന്നിരുന്നു. നിരവധി ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നിവേദനമായിരുന്നു പ്രതിപക്ഷ നേതാവിന് അവർ നൽകിയിരുന്നത്. അതിൽ പ്രധാനമായും പറയുന്നുണ്ട്, എന്താണ് വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ നിലപാട്? വരട്ടുവാദങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നയവുമായി തന്നെ ഇനിയും മുന്നോട്ട് പോകാനാണോ? എന്താണ് നിങ്ങളുടെ സമീപനം? ഇക്കാര്യത്തിൽ വ്യക്തമാക്കണം. ഒരു വശത്ത് തങ്ങളെ പിന്തുണയ്ക്കുകയും അവിടെ വന്നുകൊണ്ട് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തുകയും മറുവശത്ത് വഖഫ് അധിനിവേശത്തിന് അനുകൂലമായി നിൽക്കുന്ന ആളുകളുടെ സമരപന്തലിലെത്തുകയും അവരുടെ വേദികളിലെത്തി വഖഫിന് അനുകൂലമായി സംസാരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് സമീപനം ഇനി വേണ്ടതില്ല എന്ന കാര്യം അവർ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അവിടെ VD സതീശനും ഹൈബി ഈഡനും എത്തിയതിന്റെ തൊട്ടു തലേ ദിവസമായിരുന്നു ഹൈബി ഈഡന്റെ കോലം ആ ജനത കത്തിച്ചത്. കടപ്പുറത്ത് വെച്ച് അവർ പ്രതിഷേധ സൂചകമായി കത്തിക്കുകയും ചെയ്തത്. അങ്ങനെ പ്രതിഷേധം തങ്ങൾക്ക് നേരെ കനക്കുന്നു. വലിയ തോതിൽ അത് നീങ്ങുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് തണുപ്പിക്കാൻ അവിടെ എത്തിയത്. എന്നാൽ ആ സമരപ്പന്തലിലുണ്ടായിരുന്ന ഭൂരിഭാഗം സമരക്കാരും അതിൽ നിന്ന് വിട്ടുനിന്നു. അവിടെ റിലേ നിരാഹാരം ഇരുന്ന ആളുകൾ പോലും ഈ പ്രതിപക്ഷത്തെ തങ്ങൾക്ക് കാണേണ്ട. കാരണം അവർ ഒരു ഘട്ടത്തിലും തങ്ങൾക്ക് പിന്തുണയുമായി എത്തിയ ആളുകളല്ല. കോൺഗ്രസ്സുകാരാണെങ്കിലും CPM-കാരാണെങ്കിലും മറ്റ് ഘടകകക്ഷികളടക്കം UDF-ഉം LDF-ഉം ആണെങ്കിലും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പിന്തുണയും തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അവർ ആ സമരപ്പന്തലിൽ നിന്ന് മാറി നിൽക്കുകയും ഏതാനും പേർ മാത്രമാണ് ആ സമരപ്പന്തലിൽ ഉണ്ടാവുകയും എല്ലാം ചെയ്തത്. ആ ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ പോലും വീണ്ടും ആണ് UDF ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി ഒരു ഐക്യദാർഢ്യ സദസ്സ് കൂടി ഇന്ന് എറണാകുളത്ത് വൈകുന്നേരം ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നത്. അത് പ്രതിഷേധം കനക്കുന്നു. മുനമ്പത്തെ ജനത മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും തങ്ങൾക്കെതിരെ എതിർപ്പുകൾ ഉണ്ടാകുന്നു. സൗകര്യപൂർവ്വം ഉപതെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ മുനമ്പത്തെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഇത്തരത്തിൽ അവിടേക്ക് എത്തുന്നത് ഈ സമരസമിതിയിലെ അംഗങ്ങളെല്ലാം ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് നേരത്തെ തന്നെ അറിയിച്ചൊരു സാഹചര്യം.